ഹലോ, ഞങ്ങളുടെ കല്യാണമാണ് ഡിസംബർ 25-ന്. നമ്മളിത് പ്രീ വെഡ് ഷൂട്ടിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഒരു സന്തോഷം നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഈ കല്യാണം ഉറപ്പിച്ചു എന്ന് കേട്ടപ്പോൾ മുതൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇത് എപ്പോൾ, എങ്ങനെ, എവിടെ വെച്ച് എന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ചോദിച്ചവരോടൊക്കെ നമ്മൾ അതിനെ എല്ലാം പറഞ്ഞു കൊടുത്തു. ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചെറിയ സ്റ്റോറി ഒന്ന് ഷെയർ ചെയ്യാം. അല്ലേ ജിനു? ഞങ്ങളൊരു 10 വർഷത്തിൻ്റെ അടുത്തായിട്ട് നമ്മൾ ഫ്രണ്ട്സ് തന്നെയാണ്, നല്ല ഫ്രണ്ട്സാണ്. കഴിഞ്ഞൊരു 3 വർഷമെങ്കിലും ആയിട്ട് നമ്മൾ എന്താ പറയുക, ഡെയിലി ഒരു മെസ്സേജെങ്കിലും അയക്കുന്ന തരത്തിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അതിൻ്റെ ഇടയിൽ എവിടെയൊക്കെയോ വെച്ച് നമുക്ക് മനസ്സിലായിട്ടുണ്ട്, എന്താ പറയുക, ഒരു മോർ ദാൻ എ ഫ്രണ്ട്ഷിപ്പിലേക്കൊക്കെ അത് പോയിട്ടുണ്ട്. പിന്നെ എനിക്കൊരു ഫ്രണ്ട് മാത്രമല്ല, മനസ്സിലെവിടെയൊക്കെ ഒരു ഇഷ്ടം തോന്നി തുടങ്ങി എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് പറഞ്ഞിട്ടോ ഫ്രണ്ട്ഷിപ്പ് നശിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ അതിനൊരു ഫ്യൂച്ചർ കാര്യമായിട്ട് കാണാത്തതുകൊണ്ടോ നമ്മൾ രണ്ടുപേരും അത് മൈൻഡിൽ തന്നെ വെച്ചിരുന്നു. പിന്നെ ലൈഫിലൊരു ചില സിറ്റുവേഷൻസ് വന്നു. ഇപ്പോഴെങ്കിലും ഇത് പറഞ്ഞില്ലെങ്കിൽ ഇത് ഒരിക്കലും പറയാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷൻ വന്നപ്പോൾ ഞങ്ങളിതിനെ കല്യാണത്തിനെ പറ്റി ഡിസ്കസ് ചെയ്തു, വീട്ടിലൊക്കെ അവതരിപ്പിച്ചു. എന്നിട്ട് ഇതുപോലെയൊക്കെ ആയി. ഇപ്പോൾ ഞങ്ങൾ അതിൻ്റെ പ്രീ വെഡ് ഷൂട്ടിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ കേട്ട വേറൊരു ക്വസ്റ്റ്യനാണ്, ഞാൻ എന്ത് കല്യാണം വേണ്ട എന്ന് പറഞ്ഞിട്ട് എന്താ പെട്ടെന്ന് ചാടി കയറിയിട്ട് ഡിസിഷൻ മാറ്റിയെന്നുള്ളത്. അതിൻ്റെ കാരണം ചിന്നു തന്നെയാണ്. എൻ്റെ ഏറ്റവും, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സിൽ ഒരാളാണ് ചിന്നു. അങ്ങനെ ഒരാൾ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് കൊണ്ട് എൻ്റെ ബാക്കിയുള്ള, ഞാൻ എന്തുകൊണ്ടാണോ ഇപ്പോൾ കല്യാണം വേണ്ടെന്ന് പറഞ്ഞിരുന്നത്, ആ കാര്യങ്ങളെ ഒന്നും ഒരു തരത്തിലും അത് ബാധിക്കാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്രമല്ല, ഇവൾ ഇന്നവരെ എന്നെ ഒരു കാര്യത്തിന് പോലും ഫോഴ്സ് ചെയ്തിട്ടില്ല, ഒന്നൊന്നും പിന്തിരിപ്പിച്ചിട്ടില്ല. ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൂടെ ഇനിയുള്ള ലൈഫ് എൻ്റെ പാർട്ട്ണറായിട്ട് മുന്നോട്ട് പോകണം എന്ന് പറയുമ്പോൾ എനിക്കത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒരു കല്യാണം, ഓക്കെ ഇപ്പോൾ കല്യാണം കഴിച്ചേക്കാം എന്നുള്ളൊരു ഡിസിഷനിലേക്ക് ഞാൻ എത്തിയത്. ഇത് തന്നെയാണ് അതിൻ്റെ ഒരു റൈറ്റ് ഡിസിഷൻ എന്ന് എനിക്ക് തോന്നുന്നു. ഇതാണ് എൻ്റെ വേർഷൻ. ഇനി ചിന്നുവിന് എന്താ പറയാനുള്ളത് നമുക്ക് കാര്യം ചെയ്യാം. ഞാൻ സൈഡാക്കാം. ചിന്നു നമുക്ക് പറ. Why me? Yes, പറ, കേക്കട്ടെ. തന്നോളൂ. ചിന്നു എന്താ കല്യാണം ഞാനാണെങ്കിൽ ബെറ്റർ ആയിരിക്കും ചിന്നു തോന്നാൻ കാര്യം? കഥയൊന്നും പറയണ്ട, കഥ ഞാൻ പറഞ്ഞത് തോന്നണ കാര്യം പറ. വൈ മീ? എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും സ്ട്രഗിൾ ചെയ്തിട്ടുള്ളത് എൻ്റെ മനസ്സിലുള്ള കാര്യം മറ്റുള്ളവരോട് കൺവേ ചെയ്യാനാണ്. പക്ഷേ ശ്രീയുടെ കേസിൽ എനിക്കത് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. കാരണം എൻ്റെ മനസ്സിൽ എന്താണോ ഉള്ളത് അതിപ്പോൾ ഞാൻ പറഞ്ഞില്ലെങ്കിൽ കൂടി എല്ലാ ഡോട്ട്സുകളും കണക്ട് ചെയ്തിട്ട് അവനത് മനസ്സിലാക്കിയിരിക്കും. എന്നെ എൻ്റെ ജീവിതത്തിൽ ഇത്രയും മനസ്സിലാക്കിയുള്ള ഒരാൾ ഇല്ല, ഇത്രയും സ്നേഹിച്ചിട്ടും ഇല്ല വേറെ ആരും. അതുകൊണ്ട് തന്നെയാണ് ശ്രീ. കാരണം എന്നെ ഇത്രത്തോളം മനസ്സിലാക്കിയൊരു വ്യക്തി കൂടെ ഉണ്ടാവുമ്പോൾ പിന്നെ നമുക്കൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് കല്യാണം കഴിക്കാന്ന് വിചാരിച്ചു. എന്താ പറയാ, എന്തായാലും എല്ലാവരും ഈ ഡേറ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഡിസംബർ 25 ഞങ്ങൾ വിവാഹിതരാകാൻ പോകുന്ന ഡേറ്റ് ആണ്. അപ്പൊ ഞങ്ങള് പ്രീ വെഡിന് പോയിട്ട് വരാം. ഓക്കെ.